Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on technowfactory with me Sumut. So guys, most PC users use ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം മോസ്റ്റ്ലി വിൻഡോസ് ആയിരിക്കാം. വിൻഡോസിൻ്റെ 10 ആയിരിക്കാം ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് വിൻഡോസ് 10 ആണ് ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഇപ്പോൾ കുറേ വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ് ഓൺലൈനിൽ ജെന്യൂൻ ആയിട്ടുള്ള വിൻഡോസ് കീ സെയിൽ ചെയ്യുന്നത്. നല്ല ചീപ്പായിട്ടുള്ള പ്രൈസസിലായിരിക്കും ഈ വിൻഡോസ് കീ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് വേണമെങ്കിൽ windowkey.in എന്നൊരു വെബ്സൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്. വിൻഡോസിൻ്റെയും മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെയും ജെന്യൂൻ ആയിട്ടുള്ള OEM റീറ്റെയിൽ കീസും അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോയുടെ ഈ സബ്ജക്റ്റും OEM റീറ്റെയിൽ കീസും തന്നെയാണ്. ടെക്നോഫാക്ടറിയുടെ TK250 എന്ന കോഡ് യൂസ് ചെയ്യുന്ന 250 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും windowkey.in വെബ്സൈറ്റിൽ നിന്നും. സോ നിങ്ങൾ ഓൺലൈനിൽ വിൻഡോസിന്റെ കീ നോക്കുമ്പോൾ രണ്ട് വേർഷൻസ് അവൈലബിൾ ആയിരിക്കും, OEM റീറ്റെയിലും. ആൻഡ് പലരും നമ്മളോട് ചാറ്റിലും മെസ്സേജിലും ചോദിച്ച കാര്യമാണ് OEM കീ എന്താണ്, റീറ്റെയിൽ കീ എന്താണ്, ഇതിന്റെ ഡിഫറൻസസ് എന്താണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വീഡിയോ ചെയ്ത് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. സോ ഇൻ കേസ് നിങ്ങൾക്ക് അത് ഇൻഫോർമേറ്റീവ് ആയിരിക്കാം, ഹെൽപ്ഫുൾ ആയിരിക്കാം. സോ ബേസിക്കലി ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് വിൻഡോസിൻ്റെ ജെനുവൻ കീസ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ ഈസ് OEM കീസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് റീറ്റെയിൽ കീസ്. OEM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ എക്വിപ്മെൻറ്റ് മാനുഫാക്ചർ എന്നാണ് അതിൻ്റെ അബ്രിവേറ്റഡ് ഫോമാറ്റ് വരുന്നത്. ദാറ്റ് മീൻസ് ഒറിജിനലായിട്ട് ഒരു എക്വിപ്മെൻറ്റ് ഉണ്ടാക്കുന്ന കമ്പനി അല്ലെങ്കിൽ PC ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഡെൽ ആകാം, ഏസർ ആകാം, HP ആകാം, SUS ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും മൈക്രോസോഫ്റ്റുമായിട്ട് ടൈപ്പ് ഉള്ള ഒരു ചെറിയ ഷോപ്പോ PC അസംബിൾ ചെയ്യുന്ന ഒരു കടയോ ഏതെങ്കിലും ടെക് സ്റ്റോറോ ആകാം. സോ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ബിൽഡ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ പ്രീ ബിൽഡ് കമ്പ്യൂട്ടേഴ്സിനെയാണ് OEM മെഷീൻസ് അല്ലെങ്കിൽ OEM കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഡെല്ലിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഡെല്ലിൻ്റെ ഒപ്റ്റിപ്ലെക്സ്, HP-യുടെ എലൈറ്റ്, അതേപോലെ ഏസറിൻ്റെയും ASUS-ൻ്റെ നോക്കിക്കഴിഞ്ഞാൽ പല ബിസിനസ് യൂസിനും കാഷ്വൽ യൂസിനും ഹോം യൂസിനും ഈവൻ ലാപ്ടോപ്സും അല്ലെങ്കിൽ ഗെയിമിംഗ് കമ്പ്യൂട്ടേഴ്സും ഈ OEM കമ്പ്യൂട്ടേഴ്സിൽ വരുന്നതാണ്. സോ OEM കമ്പ്യൂട്ടറുകൾ ബിൽഡ് ചെയ്യുന്ന കമ്പനികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ബ്രാൻഡഡ് കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്ത് അവരുടെ പ്രോഡക്ട്സ് വാങ്ങിച്ച് ഒരു PC ബിൽഡ് ചെയ്യുവാണ്. അതായത് പ്രോസസ്സർ ഒരു കമ്പനിയുടെ, മദർ ബോർഡ് ഒരു കമ്പനിയുടെ. സോ പല കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്ത് പാർട്സ് അസംബിൾ ചെയ്ത് അവരുടെ സ്വന്തമായിട്ടുള്ളൊരു ലൈനപ്പിൽ അല്ലെങ്കിൽ റേഞ്ചിൽ ഇറക്കുന്നതാണ് ഈ OEM കമ്പ്യൂട്ടേഴ്സ്. അതാണ് നേരത്തെ പറഞ്ഞ ഡെല്ലിൻ്റെ ഒപ്റ്റിപ്ലെക്സ് എന്ന് പറയുന്നത് ഡെല്ലിൻ്റെ ഒരു പ്രീ ബിൽഡ് PCയുടെ റേഞ്ചിൻ്റെ പേരാണ്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പാർട്സ് വേറെ പല കമ്പനീസിൻ്റെ ആയിരിക്കും, അതെല്ലാം അവരുമായിട്ട് ടൈപ്പ് ആണ്. സോ ഇതുപോലത്തെ സിസ്റ്റങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് മോസ്റ്റ്ലി OEM വിൻഡോസിൻ്റെ കീസ്. ഇതും മൈക്രോസോഫ്റ്റുമായിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ്. കാരണം OEM കമ്പ്യൂട്ടേഴ്സ് മോസ്റ്റ്ലി ചീപ്പായിട്ടുള്ള ബജറ്റ് ഫ്രണ്ട്ലി ഹോം യൂസിനും കാഷ്വൽ ചെറിയ ബിസിനസ് യൂസിനും ചെയ്ത കമ്പ്യൂട്ടേഴ്സ്. സോ അതുകൊണ്ട് തന്നെ അതിന് അധികം ബഡ്ജറ്റ് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഫുൾ വേർഷൻ വിൻഡോസിൻ്റെ ലൈസൻസ് വാങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രാക്ടിക്കലി അത്ര പ്രോഫിറ്റബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റുമായിട്ടുള്ളൊരു ടൈപ്പ് ആണ് ഈ OEM കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു അഗ്രിമെൻ്റ് ആണ്. അതായത് മൈക്രോസോഫ്റ്റിൻ്റെ ജെന്യൂനായിട്ടുള്ള വിൻഡോസിൻ്റെ കീ തന്നെയാണ് ഈ OEM മെഷീൻസിൽ യൂസ് ചെയ്യുന്നത്. ബട്ട് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം പ്രൈസ് ഫാക്ടർ കൂടാതിരിക്കാൻ വേണ്ടി മൈക്രോസോഫ്റ്റിൻ്റെയും ഈ OEM കമ്പ്യൂട്ടേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുടെയും ഒരു എഗ്രിമെൻറ്റ് ഇങ്ങനെയാണ്. OEM കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന കേസിൽ യാതൊരു ടൈപ്പ് ഓഫ് മൈക്രോസോഫ്റ്റിൻ്റെ സപ്പോർട്ടും സർവീസസും ഉണ്ടാകുന്നതല്ല. സോ എന്തെങ്കിലും മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകുകയാണെങ്കിൽ അത് OEM മാനുഫാക്ചർ സൈഡിൽ നിന്ന് തന്നെ റിസോൾവ് ചെയ്യേണ്ടതാണ്. മൈക്രോസോഫ്റ്റിൻ്റെ യാതൊരു ടൈപ്പ് ഓഫ് സപ്പോർട്ട് അതിൽ കിട്ടുന്നതല്ല. സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OEM കീസ് ഒരു സിസ്റ്റത്തിൽ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ഏത് സിസ്റ്റത്തിലാണോ ആ കീ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ഒരു സിസ്റ്റത്തിൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. ഇൻ കേസ് മദർ ബോർഡ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ആ കീ ഡീആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. ആ കീ ഇനി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ OEM കീസ് മോസ്റ്റ്ലി ഒരു സിസ്റ്റത്തിൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. അത് മെയിൻലി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം OEM കീ നിങ്ങൾ ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് ഡയറക്റ്റ്ലി മദർ ബോർഡിൻ്റെ ഫേംവെയർ ചിപ്പിലോട്ടാണ് ഇൻസ്റ്റാൾ ആകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് OEM കീ ഒരു സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ കൺക്ലൂഷൻ ഈസ് OEM കീസ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ ജെന്യൂനായിട്ടുള്ള കീസ് തന്നെയാണ്. പക്ഷേ മോസ്റ്റ്ലി ഇത് OEM മെഷീൻസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ലൈസൻസ് കീസ് ആണ്. സോ ഇങ്ങനെ 2-3 ഡ്രോബാക്സ് ഉള്ളത് കൊണ്ടാണ് OEM കീസ് ഇത്ര ചീപ്പായിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് ഉള്ളത് റീറ്റെയിൽ കീസ് എന്ന് പറയുന്നത് ഒറിജിനൽ വേർഷൻ തന്നെയാണ്. ഓൾമോസ്റ്റ് OEM കീസിനെ പോലെ തന്നെ സിമിലർ വേർഷൻ തന്നെയാണ്. പക്ഷേ OEM കീസിൽ ഇല്ലാത്ത 3 ഡ്രോബാക്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് റീറ്റെയിൽ കീസ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സിസ്റ്റത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻ കേസ് മദർ ബോർഡ് മാറ്റുവാണ്, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കീ തന്നെ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എത്ര സിസ്റ്റത്തിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും റീറ്റെയിൽ കീ ആണെങ്കിൽ. അതേപോലെ തന്നെ വിൻഡോസിൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെ എല്ലാ സപ്പോർട്ടും കിട്ടുന്നതാണ്.
പിന്നെ അപ്ഗ്രേഡ് ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. അതാണ് റീറ്റെയിൽ കീ എന്ന് പറയുന്നത്. സോ റീറ്റെയിൽ കീയും OEM കീയും രണ്ടും മൈക്രോസോഫ്റ്റിന്റെ ജെനുവിൻ ആയിട്ടുള്ള കീസ് തന്നെയാണ്. ഇത് രണ്ടിലും തമ്മിലുള്ള ഡിഫറൻസസ് ഇതാണ്. ഇനി ഇതല്ലാതെ വേറൊരു കീ കൂടെ ഉണ്ട്, അതാണ് MSDN കീ എന്ന് പറയുന്നത്. MSDN, മൈക്രോസോഫ്റ്റ് ഡെവലപ്മെന്റ് നെറ്റ്വർക്ക് കീ. സോ ഇത് മോസ്റ്റ്ലി ഇൻ കേസ് മൈക്രോസോഫ്റ്റ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് ഏതെങ്കിലും കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡിവിജ്വൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയറോ ഗെയിംസോ എന്തെങ്കിലും ഇതുപോലത്തെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, മോസ്റ്റ്ലി ഡെവലപ്പേഴ്സിന് കൊടുക്കുന്ന ഒരു കീ ആണിത്. സോ ഇൻ കേസ് അങ്ങനത്തെ കമ്പനികളോ അങ്ങനത്തെ ആൾക്കാരോ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു സെപ്പറേറ്റ് MSDN അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ഒരു കീ ആണ് MSDN കീ. സോ ഈ MSDN കീ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലത്തെ ഡെവലപ്പേഴ്സിന് മൈക്രോസോഫ്റ്റിന്റെ എല്ലാ പ്രൊഡക്ട്സിന്റെയും ആക്സസ് കിട്ടുന്നതായിരിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമല്ല, ഓഫീസും പിന്നെ മൈക്രോസോഫ്റ്റിന്റെ എന്തൊക്കെ സോഫ്റ്റ്വെയർസ് ഉണ്ടോ എല്ലാത്തിൻ്റെയും ആക്സസ് കിട്ടുന്നതായിരിക്കും MSDN കീ യൂസ് ചെയ്തുകൊണ്ട്. സോ മോസ്റ്റ്ലി ഇതുപോലത്തെ കീസ്, MSDN കീസ്, അവരുടെ ആ ഒരു പ്രോജക്റ്റ് തീരുന്നിടം വരെ ഇത് ആക്ടിവേറ്റഡ് ആയിരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് മൈക്രോസോഫ്റ്റിന് ഡിസിഷൻ എടുക്കാൻ പറ്റും അത് ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. സോ ഇൻ കേസ് ഇതുപോലത്തെ MSDN കീസ് ആണ് നിങ്ങൾക്ക് ഓൺലൈനിൽ എവിടെയെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും ഡീആക്ടിവേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. പുതിയതല്ല, നിങ്ങൾ ഓൾറെഡി ഒരു വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അത് ഏത് വേർഷൻ ആണ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് വേർഷൻ ഓഫ് വിൻഡോസ് ആണ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് എന്ന് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ജസ്റ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് CMD എന്ന് ടൈപ്പ് ചെയ്യുക, അതായത് കമാൻഡ് പ്രോംപ്റ്റിലേക്ക് പോവുക. സോ നിങ്ങളുടെ സിസ്റ്റത്തിൽ വിൻഡോസിൽ ജസ്റ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് കമാൻഡ് പ്രോംപ്റ്റിലോട്ട് പോവുക, CMD അടിച്ച് എൻ്റർ അടിക്കുക. ഇതിൽ ജസ്റ്റ് SLMGR -DLI എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. സോ എൻ്റർ അടിച്ച് ഈ കമാൻഡ് നിങ്ങളുടെ സിസ്റ്റം ഒന്ന് സ്കാൻ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഒരു പോപ്പപ്പ് ഓപ്പൺ ആവുന്നതായിരിക്കും ഇതുപോലെ. സോ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർലി കാണാൻ പറ്റും വിൻഡോസിൻ്റെ ഏത് വേർഷൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റീറ്റെയിൽ വേർഷൻ ആണോ OEM വേർഷൻ ആണോ. ഇതിപ്പോൾ എൻ്റെ സിസ്റ്റത്തിൻ്റെ റീറ്റെയിൽ വേർഷൻ ആയതുകൊണ്ട് ഇവിടെ റീറ്റെയിൽ എന്ന് കാണിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അതിൻ്റെ താഴെ നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള കീയുടെ ഒരു പാട്ടും ഒരു 5 ഡിജിറ്റ് പാട്ട് കാണിക്കുന്നതായിരിക്കും. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും ഏത് ടൈപ്പ് ഓഫ് വിൻഡോസ് കീ യൂസ് ചെയ്താണ് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തേക്കുന്നതിന്. ഇത് മോസ്റ്റ്ലി നിങ്ങൾ പുറത്തുനിന്നോ എവിടെന്നെങ്കിലും അസംബിൾ ചെയ്തോ പ്രീ ബിൽഡ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇതിൽ റീറ്റെയിൽ കീ ആണോ OEM കീ ആണോ യൂസ് ചെയ്തേക്കുന്നത്. കാരണം ഇൻ ഫ്യൂച്ചർ നിങ്ങൾ അതറിയാതെ ഇൻ കേസ് OEM കീ ആണെങ്കിൽ അത് നിങ്ങൾ മദർ ബോർഡ് എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ അത് വർക്ക് ആകത്തില്ല. സോ പ്രീ ബിൽഡ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. സോ എന്തായാലും OEM കീസ് എന്താണെന്നും റീറ്റെയിൽ കീസ് എന്താണെന്നും MSDN കീസ് എന്താണെന്നും അതേപോലെ തന്നെ നിങ്ങളുടെ സിസ്റ്റം, നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് കീ യൂസ് ചെയ്താണ് ആക്ടിവേറ്റ് ചെയ്തേക്കുന്നതെന്നും എങ്ങനെ മനസ്സിലാക്കാമെന്ന് നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് അടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കാം. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി. ആൻഡ് windowkey.in TK250 എന്ന ടെക്നോഫാക്ടറിയുടെ കോഡ് മറക്കല്ല്. ₹250 ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും OEM ആൻഡ് റീറ്റെയിൽ വിൻഡോസ് കീസിൽ.